ടിബറ്റൻ ബുദ്ധമതവും മ്യൂറൽ ചിത്രകലയും സമന്വയിപ്പിച്ചുള്ള എമർജിംഗ് ബുദ്ധയുമായി ചിത്രകാരിയും വൈലോപ്പള്ളി തറവാട്ടിലെ പിന്മുറക്കാരിയുമായ ലേഖ വൈലോപ്പള്ളി ഫ്രണ്ട്സ് ഓഫ് ടിബറ്റ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഒരുക്കുന്ന ചിത്രങ്ങൾ ആസ്വദിക്കാൻ തുഷാർ ഗാന്ധി എത്തിയതും വളരെ ശ്രദ്ധേയമായി. പരമ്പരാഗത ചുവർച്ചിത്രരചനാ ശൈലിയിലെ ദൈവിക ഭാവങ്ങളിൽ നിന്നു മാറി തനിമ ചോർന്നു പോകാതെ മറ്റു വിഷയങ്ങളെയും നിറക്കൂട്ടുകളിൽ ഒരുക്കിയിരിക്കുന്നു ചിത്രകാരി. മെഡിസിൻ ബുദ്ധയുടെ തത്വങ്ങൾ മുതൽ ബുദ്ധന്റെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടങ്ങൾ വരെ 17 ചിത്രങ്ങളിലായി ലേഖ വൈലോപ്പിള്ളി വരച്ചിരിക്കുന്നു. പണ്ട് തൊട്ടേ എനിക്ക് ബുദ്ധിസത്തിനോടൊരു ചെറിയൊരു ഉള്ളിൽ ഉറങ്ങിക്കിടക്കണ ഒരു ഇതെന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ബുദ്ധിസം, ബുദ്ധ എന്നുള്ള ഒരു ഇതിലേക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷം താരാദേവിയെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം, അങ്ങനെയുള്ളൊരു 21 ഫോംസ് അങ്ങനെ അറിയണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി. 17 ബുദ്ധാസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സീരീസ് ഫുൾ വരുന്നത് ഗൗതമ ബുദ്ധൻ്റെ ജനനം തൊട്ട് പരിനിർവാണം വരെയാണ്. ബാക്കിയുള്ള 8 പെയിൻറ്റിങ്സോളം വരുന്നത് ടിബറ്റൻ ബുദ്ധിസം, മെഡിസിൻ ബുദ്ധ ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണ്ഡല പെയിൻറ്റിങ്, മന്ത്രം വെച്ചിട്ടുള്ള മണ്ഡല. ഒരു 50% എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടിബറ്റൻ ലിപിയും മന്ത്രങ്ങളും ഈ ചിത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. വാക്കുകളേക്കാൾ ശക്തി ചിത്രങ്ങൾക്കുണ്ട്. ബുദ്ധമതസാരവും കലയുടെ സൗന്ദര്യവും ഒത്തുചേർന്നവയെന്ന് ലേഖയുടെ ചിത്രങ്ങളെക്കുറിച്ച് മഹാത്മാഗാന്ധിയുടെ ചെറുമകന്റെ മകൻ തുഷാർ ഗാന്ധി. Art can be interpreted according to the ability of the person, and so the expertise of the artist is in how many persons they can communicate with through their art, and it's much more than merely being able to speak. And so it's wonderful to be able to be here and look at the interpretation of Lord Buddha. ചിത്രകാരിക്കൊപ്പം ഒരു ദിനമെന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതാണ് തുഷാർ ഗാന്ധി. ചിത്രങ്ങൾ പൂർത്തിയായാലുടൻ പ്രദർശനം. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.